ജെസൽ ഓപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരിവേലിപ്പടി, കൊച്ചി. KATF സംസ്ഥാന സമ്മേളനത്തിന് പ്രൗഢോജ്വലമായ തുടക്കം. വിദ്യാഭ്യാസം സംസ്കരണത്തിനെന്ന പ്രമേയവുമായി കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷന്റെ 3 ദിവസം നീണ്ടു നിൽക്കുന്ന 60ാമത് സംസ്ഥാന സമ്മേളനത്തിന് മലപ്പുറം തിരൂരിൽ തുടക്കം കുറിച്ചു. അതിൻ്റെ സംസ്ഥാന സമ്മേളനത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുള്ളത്. ഇന്ന് കൃത്യം 9 മണിക്ക് ഇവിടെ പതാക ഉയർത്തിയോടുകൂടി നമ്മുടെ സമ്മേളനം ആരംഭിക്കുകയായി. അതിനുശേഷം നടന്ന IT കാലത്ത് 9 സംസ്ഥാന പ്രസിഡന്റ് TP അബ്ദുൽ ഹക്ക് പതാക ഉയർത്തി. ജനറൽ സെക്രട്ടറി MA ലത്തീഫ് രജിസ്ട്രേഷൻ ഉദ്ഘാടനം ചെയ്തു. 10 നടന്ന IT സെഷൻ നജീബ് കാന്തപുരം ഉദ്ഘാടനം ചെയ്തു. KATF സംസ്ഥാന വൈസ് പ്രസിഡന്റ് MB അബ്ദുൽ സലാം അധ്യക്ഷത വഹിച്ചു. അബ്ദുൾ റഹ്മാൻ അമാൻ, ഗഫൂർ ആറ്റൂർ, അനീസ് കരുവാരക്കുണ്ട്, ഷാജൽ കക്കോടി എന്നിവർ ക്ലാസിന് നേതൃത്വം നൽകി. KATF സംസ്ഥാന സെക്രട്ടറി നൌഷാദ് കോപ്പിലാൻ സ്വാഗതവും IT വിംഗ് ട്രഷറർ ലത്തീഫ് മംഗലശ്ശേരി നന്ദിയും പറഞ്ഞു. IT വിംഗിന്റെ നേതൃത്വത്തിൽ സബ് ജില്ല മുതൽ നടത്തിവന്ന ടാലന്റ് ഹണ്ടിന്റെ സംസ്ഥാനതല മത്സരത്തിൽ 14 ജില്ലകളിൽ നിന്നുമുള്ള പ്രതിനിധികൾ പങ്കെടുത്തു. സംസ്ഥാന സമ്മേളനം 60ാമത് സംസ്ഥാന സമ്മേളനമാണ് മലപ്പുറം ജില്ലയിലെ തിരൂരിൽ ആദിത്യമിടുന്നത്. വളരെ സമ്പുഷ്ടമായ സമ്മേളനമാണ്. 3 ദിവസം ഇവിടെ തിരൂരിൽ നടക്കാൻ പോകുന്നത്. ഇന്ന് രാവിലെ 9 മണിക്ക് തന്നെ നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് പതാക ഉയർത്തിയിട്ടുണ്ട്. ഇനി IT വിങ്ങിൻ്റെ സമ്മേളനം നടക്കുകയാണ് രാവിലെ 10 മണിക്ക്. അതിനുശേഷം നമ്മുടെ സമ്മേളനത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം ഉച്ചയ്ക്ക് 2 മണിക്ക് പാണക്കാട് സെയ്ത്. കാസർഗോഡ് ജില്ലയിലെ ഹിദായത്ത് നഗർ GLP സ്കൂളിലെ ഡോക്ടർ അബ്ദുൽ വഹാബ് 1ാം സ്ഥാനവും, മലപ്പുറം ജില്ലയിലെ കിഴിശ്ശേരി GLP സ്കൂളിലെ ഷൗബിന് 2ാം സ്ഥാനവും, തൃശൂർ ജില്ലയിലെ വടക്കാഞ്ചേരി തൊഴുപാടം GLP സ്കൂളിലെ CK മുനീർ 3ാം സ്ഥാനവും നേടി ജേതാക്കളായി. സാമാജികർക്കായി പ്രത്യേക ക്വിസ് മത്സരവും നടത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം.